നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സുധി ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ തനിക്ക് 1.5 ലക്ഷം രൂപ കിട്ടും, അത് ഡീലർക്ക് കൊണ്ട് കൊടുക്കാം. അങ്ങനെ പണയം വെക്കുന്നിടത്ത് അക്ഷമനായിട്ട് കാത്തിരിക്കുമ്പോഴത്തേനും ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുക. സുധി ഓർത്തു, പോലീസുകാരൊക്കെ എന്തിനാ അവിടെ? അങ്ങനെ എസ് ഐ അകത്തേക്ക് കയറി വന്നിട്ട് കടയുടെ ഓണറോട് ചോദിച്ചു, അല്ല ആഹാര എന്താ എന്നൊക്കെ ചോദിച്ചു. ദേ ഈ നിൽക്കുന്ന ആളാ കക്ഷി, മുക്കുപണ്ടം കൊണ്ടുവന്ന് പണയം വെക്കാൻ വന്നേ. ഇവനല്ലേ? എടോ താൻ മുക്കുപണ്ടം കൊണ്ട് പണയം വെക്കും അല്ലേന്ന് ചോദിച്ചു. അയ്യോ സാറേ, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല, ഞാൻ സ്വർണം പണയം വെക്കാൻ വന്നാ. എടോ സ്വർണം അത് മനസ്സിലായി, താൻ കൊണ്ടുവന്ന മാല അത് മുക്കുപണ്ടമാന്ന് പറഞ്ഞു. കടയുടെ ഓണർ, അയ്യോ സാറേ അങ്ങനെയൊന്നും അല്ല, ഇങ്ങോട്ട് വാടാ, നമുക്ക് വിസ്തമായിട്ടൊന്ന് ചോദ്യം ചെയ്യാനുണ്ട്. താൻ എന്താണല്ലോ ഇപ്പൊ സ്റ്റേഷനിലേക്ക് വാ. സാറേ അങ്ങനെ പറയരുത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സുധിയെ പിടിച്ച് പോലീസുകാർ ജീപ്പ് കയറ്റി. ശ്രുതി പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശ്രുതിക്ക് മനസ്സിലായി ശ്രുതി ചതിച്ചാന്നുള്ള കാര്യം. ശ്രുതി കൊണ്ടേ കൊടുത്ത മാല അത് മുക്കുപണ്ടമായിരുന്നു. തൻ്റെ അമ്മയെ വീണ്ടും പറ്റിക്കാനായിട്ട് ശ്രമിച്ചതാ. ദൈവമേ, താൻ അതിനകത്ത് പെട്ടുപോയല്ലോ. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയം ദേവുവിന് ഭയങ്കര വിഷമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് സച്ചിയായിരുന്നു അമ്മയൊക്കെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറൊരു ആലോചന വീട്ടുകാർ തനിക്ക് കൊണ്ടുവരും. അങ്ങനെ ദേവു പതിവ് പോലെ തന്നെ ജോലിക്ക് പോണ സമയത്ത് അരുണിനെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ അരുണിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അരുൺ വീട്ടിലുണ്ടായിരുന്നു. ദേവുവിനെ കണ്ടിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ എത്ര വട്ടം നിന്നെ വിളിച്ചു, നീ എന്താ കോൾ എടുക്കാത്തെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ദേവുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്താ ദേവു, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ? നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? ആദ്യം പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ കൈയെടുത്ത് ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്ത് അരുണിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ദേവു പറഞ്ഞു, അരുണേട്ടാ ഇനി എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. വിളിക്കണ്ടെന്നോ? നീ എന്തൊക്കെയാ ദേവു പറയണേ? നമ്മളുടെ വിവാഹം നടക്കില്ല, അതിന് എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. ഇത് ദേവു, നീ എന്താ തമാശ കളിക്കുവാണോ? എനിക്കറിയില്ല അരുണേട്ട എന്ത് ചെയ്യണമെന്ന്. സച്ചേട്ടൻ എന്നെ സമ്മതിക്കില്ല. സച്ചേട്ടൻ പറയാതെ എൻ്റെ അമ്മ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. രേവതി ചേച്ചിക്ക് സമ്മതമാണ്, പക്ഷെ സച്ചേട്ടൻ പറയണേ അരുണേട്ടൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ്റെ കൂടെ നല്ലൊരു ജീവിതം എനിക്ക് കിട്ടില്ല എന്നൊക്കെയാ പറയണേ. സച്ചേട്ടൻ്റെ എന്തൊക്കെയോ മുൻധാരണകളൊക്കെ ഉണ്ട്, അരുണേട്ടനെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോഴേക്കും അവൻ പറഞ്ഞു, അവനുണ്ടല്ലോ എനിക്കിട്ട് മനഃപൂർവ്വം പണി തരുന്ന നിന്നെ സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും ഞാൻ തോറ്റുപോകാൻ പോകുന്നില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം ആയിരിക്കും. എന്നെ വിളിച്ച് അവൻ പറഞ്ഞ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകത്തില്ലെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മനഃപൂർവ്വം കിടന്ന് കളിക്കുന്ന. ദേവു, നീ ഇങ്ങനെ പറയരുത്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല. എനിക്കറിയാം അരുണേട്ടാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്നതിലപ്പുറം എനിക്കൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി വേറൊരു പുരുഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. വീട്ടുകാരെ കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. സച്ചേട്ടൻ ഓരോ ആലോചനകൾ കൊണ്ടുവരാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും അറിയില്ല. അമ്മയൊക്കെ ആണെങ്കിലും നല്ല ദേഷ്യത്തിലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരും പറഞ്ഞു, ഓഹോ, അപ്പം ആ സച്ചിയുടെ കൂടെ ചേർന്ന് നീ എന്നെ ചതിക്കുമല്ലേ? ഞാൻ ചതിക്കാനോ? ഞാൻ അരുണേട്ടനെ ഒരിക്കലും ചതിക്കില്ല. പക്ഷെ എൻ്റെ അമ്മയൊക്കെ കൈപിടിച്ചാരാതെ ഒരിക്കലും എനിക്ക് അരുണേട്ടനോടൊപ്പം ജീവിക്കാൻ വരാൻ പറ്റില്ല. എനിക്കിനി വേറൊരു ജീവിതം ഉണ്ടാവുമെന്നും തോന്നില്ല. അതും പറഞ്ഞിട്ട് ദേവു അങ്ങോട്ട് പോയി. അരുണ് വല്ലാത്തൊരു വിഷമായിപ്പോയി. ആകെപ്പാടെയുള്ള പ്രതീക്ഷ ദേവുമായിരുന്നു. ദേവു തന്നെ കൈവിടില്ല, ദേവു തൻ്റെ കൂടെ വരാൻ സമ്മതിക്കും, തയ്യാറാവുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന. പക്ഷെ അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേനും അരുണിന് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. എല്ലാത്തിനും കാരണം സച്ചിയാണ്. സച്ചി കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതേസമയം സച്ചി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സച്ചി തൻ്റെ കൂട്ടുകാരനോടൊപ്പം കടയിൽ കയറുന്ന സമയത്ത് കുറച്ച് കുഞ്ഞുടുപ്പുകൾ കണ്ടു. അപ്പം പെൺകുട്ടികളുടെ ഉടുപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര താല്പര്യമായി. സച്ചി അതിനകത്ത് 1-2 വാങ്ങിച്ചു. വർഷയ്ക്ക് കുഞ്ഞുണ്ടാകും പോലെ പെൺകുഞ്ഞായിരിക്കും ജനിക്കുന്നത്, അപ്പം ആ കുഞ്ഞിന് കൊടുക്കുക. അതൊക്കെ പ്രതീക്ഷിച്ച് സച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്ന് കഴിയുമ്പോഴത്തേനും വർഷ ശ്രീകാന്തും രേവതിയൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. സച്ചി പറഞ്ഞു, ഇതേ വർഷേ നിനക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചുകൊണ്ട് അത് ഇങ്ങോട്ട് കാണിച്ചു. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, ഇതെന്താ സച്ചിയേട്ടാ? അതെ വർഷയുടെ നിന്റെ കുഞ്ഞിനുള്ളതേ ഉടുപ്പാന്ന് പറഞ്ഞു. ഉടുപ്പോ? രേവതി ചോദിച്ചു. സച്ചേട്ടൻ ഇതെന്റെ ഭ്രാന്ത് പിടിച്ചോ? എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിച്ചു. അതെന്താ രേവതി അങ്ങനെ പറഞ്ഞു? ഇപ്പോഴും എന്തിനാ സച്ചേട്ടൻ ഉടുപ്പൊക്കെ വാങ്ങിയത്? അതെ,
എനിക്കറിയാം ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെൺകുഞ്ഞായിരിക്കുന്ന, അതുകൊണ്ട് ഞാൻ പെൺകുഞ്ഞിന്റെ ഉടുപ്പാ വാങ്ങിച്ചുകൊണ്ട് വന്നേ. പെൺകുഞ്ഞിന്റെ ഉടുപ്പോ? പിന്നീട് സച്ചി വർഷയുടെ നേരെ നീട്ടിട്ട് പറഞ്ഞു, ഇതാ വർഷ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം വല്ലാതെ ആയപ്പോയി. വർഷം ഒന്നും മിണ്ടാതെ അതുമായിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ ഇങ്ങനെ നേരത്തെ ഇതൊന്നും വാങ്ങി വെക്കത്തില്ല, സച്ചേട്ടൻ അറിയാവുന്ന കാര്യല്ലേ. എന്ത്? പിന്നെ ഒരു ഉടുപ്പ് വാങ്ങിച്ചു വെച്ചെന്നോർത്ത് എന്താ? അതെ, പണ്ടുള്ള കാരണന്മാര് പറയും അങ്ങനെ ഇതൊന്നും നേരത്തെ വാങ്ങി വെക്കരുതെന്ന്. പിന്നെ ഇപ്പോഴതൊന്നും നോക്കാറില്ല. പിന്നെ എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു പെൺകുഞ്ഞാൻ ജനിക്കാൻ പോണേന്ന്. ശ്രീകാന്തിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമൊക്കെ പ്രകടമായിരുന്നു. പക്ഷെ മുറിയിലേക്ക് എന്നിട്ട് വർഷയ്ക്ക് സങ്കടമായി. ഇവർക്കൊക്കെ എന്ത് പ്രതീക്ഷ. താൻ ഒരിക്കലും ചിന്തിക്കുന്ന പോലും ഇല്ല ഈ കുഞ്ഞിനെ കുറിച്ച്. തനിക്ക് പ്രസവിക്കാനായിട്ട് പേടിയുണ്ട്. ഒരു കാരണവശാലും ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ജനിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് പ്രസവിക്കാൻ മടിയാണ്, വേദന സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ഇത്ര സന്തോഷത്തോടെ കാത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അവിടെ നിന്ന് കരയുവാണ്. അവരുടെയൊക്കെ സന്തോഷം കണ്ടുകഴിയുമ്പോൾ അവരെയൊക്കെ താൻ വേദനിപ്പിക്കുമോ എന്നൊരു ചിന്ത. കാരണം ഈ കുഞ്ഞിനെ എങ്ങനെയും കളയാനായിട്ടാണ് താൻ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം അവരറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയത്തില്ല. സച്ചിക്കാണെങ്കിലോ ഭയങ്കര സന്തോഷമായിരുന്നു താനും. ആ സമയം സുധിയെ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്യണം പോലീസുകാര്. സുധി പറഞ്ഞു, സാറേ ഇതെന്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാന്ന് പറഞ്ഞു. ഗിഫ്റ്റോ? അതെ, ഗിഫ്റ്റ് കിട്ടിയതാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ വേറെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പണയം വെക്കാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. ആരുടെ ഗിഫ്റ്റ് കൊടുത്തേന്ന് ചോദിച്ചു. അത് പിന്നെ അതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ. ആ, വെറുതെ അല്ല എടാ, ഭാര്യ എന്താണല്ലോ അമ്മായിയമ്മയ്ക്ക് ഇത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റ് കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സാറേ ഞാൻ പ്രതീക്ഷിച്ചത് സ്വർണ്ണമായിരിക്കുന്നു. സ്വർണം? എടാ അത്ര പോലും ബുദ്ധിയില്ലാത്തവനായി പോയല്ലോ നീ. എന്താണെങ്കിലും ഉണ്ടല്ലോ, നിന്നെ പിടിച്ച് 2 ദിവസം അകത്തിടേണ്ടതാണ്. ഇതുപോലത്തെ വേലത്തരമായിട്ട് ഇറങ്ങിയിട്ട് ഇത് സത്യമാണോ ഇല്ലെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ പൊന്നു സാറേ, സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേ എന്നൊക്കെ പറഞ്ഞു. എന്താണ്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിയെ വിളിക്കുവാണ്. ചന്ദ്രമതിയെ വിളിച്ച് ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു സാറേ, അത് ഞാൻ അപ്പൊ തന്നെ എൻ്റെ മകന്റെ കൈവശം കൊടുത്തയച്ചു. അത് അവൾക്ക് തന്നെ കൊണ്ടേ കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ ഇത് കൊണ്ടേ കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് അതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി. പിന്നീട് സുധിയോട് പറഞ്ഞു, ഓഹോ അപ്പൊ നീ കള്ളത്തരത്തിലൂടെ ഇത് പണയം വെക്കാൻ കൊണ്ടായതല്ലേ, അങ്ങനെ നീ പെട്ടുപോയതല്ലേ എന്ന് ചോദിച്ചു. സുധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു, മേലാൽ ഇത്ര വേലത്തരമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചന്ദ്രമതി അറിഞ്ഞ ഈ കാര്യം സുധിയെ പോലീസ് പിടിച്ചെന്ന് പോലീസുകാരല്ലേ വിളിക്കുകയും ചെയ്തേ. കാര്യം എന്താണെന്ന് തിരക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയുകയും ചെയ്തായിരുന്നു. ചന്ദ്രമതിക്ക് ഭ്രാന്തളകുന്ന പോലെ തോന്നി. അങ്ങനെ സുധി വരാൻ വേണ്ടി ചന്ദ്രമതി കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധി വന്നപ്പോൾ സുധിയുടെ കർണം തീർത്ത് പൊട്ടിച്ചു. എടാ നാശം പിടിച്ചവനെ, നാണം കെട്ടവനെ, നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നു, നീ എങ്ങനെ ചെയ്യുമായിരുന്നോ? എടാ അവളെ പോലുള്ള ഒരു ഉരുമ്പട്ടവൾ കൊണ്ടെത്തരുമ്പോ അത് സാമാന്യം ബോധമുള്ളവര് ചെയ്യുന്ന പരിപാടിയാണോ നീ ചെയ്തേ? അവള് മുക്കുവണ്ടം ഒക്കെ കൊണ്ടേ തരുവെന്നുള്ള കാര്യം നിനക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. അതും പൊക്കി പിടിച്ചുകൊണ്ട് പണയം വെക്കാൻ പോയിരിക്കുന്നു. അവളെ ഇതുവരെയായിട്ട് നീ മനസ്സിലാക്കിയിട്ടില്ലടാ. അമ്മ അത് പിന്നെ ഞാൻ മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ലേ. എടാ ഇത്രയൊക്കെ ആയിട്ട് നീ പഠിച്ചില്ലേ? എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സുധിയെ എടുത്തിട്ട് പെരുമാറുവാണ്. അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.